നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗോചര ഫലമാണ്. ഗോചരം എന്ന് പറയുമ്പം ട്രാൻസിറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ഫലമാണ്. നമ്മളിപ്പം കൂടുതലും ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ട് കാലം മുതലേ ഈ വാരഫലം അല്ലെങ്കിൽ മാസഫലം എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളിലും അതേപോലെ തന്നെ മാഗസിനുകളിലും ഒക്കെ വരുന്നത് ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പം ഇന്നത്തെ കാലത്ത് മീഡിയാസ് കുറച്ചുകൂടെ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ, ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ, വ്യാഴമാറ്റം, അതേപോലെ തന്നെ ശനിമാറ്റം, രാഹുമാറ്റം, വ്യാഴം വക്രത്തിൽ പോകുന്നു, ഈ മാസത്തെ നിങ്ങളുടെ ഫലം, വ്യാഴം മാറുമ്പോൾ റോക്കറ്റ് പോലെ കുതിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ട് നിരവധി ആർട്സും വീഡിയോസും കാണും. അപ്പം നമുക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്, കാരണം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും വളരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഹോപ്പും അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പം ഇതൊക്കെ എങ്ങനെയാണ്, എന്തിനെ ബേസ് ചെയ്താണ് പൂർണ്ണമായിട്ടും ഈ വ്യാഴമാറ്റ ഫലമോ ശനിമാറ്റ ഫലമോ അല്ലെങ്കിൽ വർഷഫലമോ എല്ലാം പൂർണ്ണമായിട്ടും നമുക്ക് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഉദാഹരണത്തിന് മെയ് 1, 2024 വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പോകും. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് വ്യാഴം ജന്മവ്യാഴമാണ്. അവിടെ കാർത്തികയുണ്ട്, രോഹിണിയുണ്ട്, മകയിരത്തിൻ്റെ അരഭാഗവും കൂടി ചേരുന്നതാണല്ലോ ഇടവൻ രാശി. അപ്പോൾ ഈ ഇത്രയും നക്ഷത്രക്കാർക്കും ജന്മവ്യാഴമാണോ എന്നൊരു ചോദ്യമുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ 3 നക്ഷത്രത്തിലായിട്ട്. അപ്പം ഈ ലക്ഷങ്ങളെന്ന് പറയാൻ പറ്റില്ല, കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരുടെയും ഫലം ഒരുപോലെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വരില്ല. ജന്മസമയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലാബലവും സൂക്ഷ്മ ഗണിതങ്ങളെയും ഒരുപാട് ഘടകങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ഇതിലേക്ക് എത്തുന്നത്. ഇപ്പോൾ വ്യാഴമാറ്റത്തിൻ്റെ ഫലവും അതേപോലെ തന്നെ കണ്ടകശനി, അഷ്ടമശനി എന്നൊക്കെ പറയുന്നതും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ അത് വരണം എന്നില്ല. എന്നാൽ ചില ആൾക്കാർക്ക് അത് വരും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അത് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലും ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഈ വീഡിയോ കൊണ്ട് നിൽക്കത്തില്ല, 1-2 വീഡിയോകൾ കൊണ്ടായിരിക്കും അത് തീർക്കുന്നത്. പരമാവധി സിമ്പിളായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജനിച്ച സമയത്തുള്ള ഗ്രഹസ്ഥിതിയാണല്ലോ നമ്മുടെ ഗ്രഹനില എന്ന് പറയുന്നത്. ഈ ഗ്രഹനില ബേസ് ചെയ്തിട്ട് അതൊരു പോയിൻ്റാണ്. അത് ബേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച് കഴിയുമ്പോഴും ഗ്രഹങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം രാശിമണ്ഡലത്തിൻ്റെ പ്രത്യേക സ്ഥലങ്ങളിൽ വരുമ്പം ഒരു പർട്ടിക്കുലർ സമയത്ത് ജനിച്ചവർക്ക് ഇന്ന വിഷയങ്ങൾ വരാം എന്നുള്ളൊരു നിരീക്ഷണമാണ് ശരിക്കും ഗോചരത്തിൻ്റെ അടിസ്ഥാനം. ഗ്രഹങ്ങൾ അതിൻ്റെ സഞ്ചാരപാതയിലൂടെ കടന്നു പോകുമ്പം ചില രാശിയിൽപ്പെടുന്നവർക്ക് അവരുടെ സുകൃതങ്ങളും ദുഷ്കൃതങ്ങളും, അതായത് സുകൃതകർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മിക്സ്ചറായിട്ടോ ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ഋഷിമാർ ഒബ്സർവ് ചെയ്തിട്ടും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പൊതുവെ ഗോചരം ട്രഡീഷണലി നോക്കുന്നത് ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ്. ചന്ദ്രരാശിയെ ആസ്പദമാക്കിയിട്ടാണ് ഗോചരം നമ്മൾ നോക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെ മാത്രമല്ല, ദശ വരുമ്പം ദശാനാഥന് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം നോക്കും, അതുപോലെ തന്നെ ലഗ്നത്തിന് മറ്റുള്ള സ്വാധീനം നോക്കും. അങ്ങനെ ഗോചരം പല രീതിയിൽ നോക്കും. എന്നാൽ പോലും ചന്ദ്രരാശിയെ ആസ്പദമാക്കിയിട്ട് ഗോചരം നോക്കുന്നതാണ് പൊതുവെ പ്രചാരത്തിലുള്ളത്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം, അത് കണ്ടെത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഗോചരവശാൽ ചന്ദ്രരാശിയെ ആസ്പദമാക്കിയിട്ട് ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ബലാബലങ്ങൾ ജാതകവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെന്ത് ഗുണങ്ങൾ തരും എന്നുള്ളത് ദശയും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ചിന്തിച്ച് ഒരു ഫലത്തിലേക്ക് എത്താൻ പറ്റും. അതായത് ജനിച്ച സമയത്തെ നമ്മുടെ ബർത്ത് ടൈം, ബർത്ത് പ്ലേസ്, ബർത്ത് ഡേറ്റ് ബേസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ ഹൊറോസ്കോപ്പ് അഥവാ ആകാശമണ്ഡലത്തിൻ്റെ സ്നാപ്ഷോട്ടിനെയും അതിലെ കാൽക്കുലേഷൻസും ഇപ്പോഴത്തെ ഗ്രഹങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവ് ചെയ്യുന്ന
കാൽക്കുലേഷനും തമ്മിലുള്ള ഹാർമണിയാണ് ശരിക്കും ഫലപ്രവചനത്തിന് യൂസ് ചെയ്യുന്നത്. അങ്ങനെ താരതമ്യം ചെയ്തിട്ട് ഫലം പറയുമ്പോൾ അനുഭവവേദ്യമാവുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് താരതമ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഗോചരത്തിൻ്റെ എത്താൻ വേണ്ടിയിട്ട്. ജാതകത്തിലെ മേലിഫിക് പ്ലാനറ്റുകൾ, അതായത് പ്രതികൂല ഗ്രഹങ്ങൾ ഗോചരവശാൽ പ്രതികൂല സ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ദശാ അപഹാര കാലങ്ങളും കൂടി വന്നാൽ ദോഷഫലങ്ങൾ ചെയ്യും. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ജാതകത്തിൽ ബലവാനായിട്ടുള്ള, ബെനിഫിക്കായിട്ടുള്ള, ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു പ്ലാനറ്റ് ഗോചരവശാൽ അനുകൂല സ്ഥലത്ത് കൂടി പോകുന്ന സമയത്ത് അതിൻ്റെ ദശയോ അപഹാരമോ അല്ലെങ്കിൽ അവരുടെ ബന്ധുഗ്രഹത്തിൻ്റെ ദശയോ അപഹാരങ്ങളോ വരുന്ന സമയത്ത് നല്ല ഫലങ്ങൾ തരും. അതായത് ഭൗതിക സുഖങ്ങളും സുഹൃത ഫലങ്ങളും തരും. ജാതകത്തിൽ ബലവാനായിട്ടും അനുകൂലം ഉള്ളതും യോഗകാരകനും നമുക്ക് ഫലം തരാൻ കഴിവുള്ള ഒരു ഗ്രഹം നല്ല സ്ഥലത്തൂടെ പോകുമ്പം ഉറപ്പായിട്ടും നല്ല ഫലം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അനുഭവം. ഇത് 2ാമത്തെ പോയിന്റ്. ഇനി 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ജാതകത്തിൽ ഒരു ഗ്രഹം അനുകൂലമായിട്ടിരിക്കുക. നമുക്ക് ജാതകവശാൽ ഈ ഗ്രഹം ഫ്രൂട്ട്ഫുള്ളാണ്, പക്ഷേ ഗോചരവശാൽ അതൊരു ബാഡ് പൊസിഷനിലൂടെയാണ് അല്ലെങ്കിൽ നമുക്കൊരു അനുകൂലമല്ലാത്ത പൊസിഷനിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ജാതകത്തിലെ ഗുണാനുഭവങ്ങൾ നമുക്ക് തരുന്നത് അത്രയും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ജാതകത്തിൽ ചിലപ്പോൾ വലിയ യോഗങ്ങളുമായിട്ടായിരിക്കും അത് വരുന്നത്, പക്ഷേ ഗോചരവശാൽ അത് സഞ്ചരിക്കുന്ന കാലം മോശ സ്ഥലത്തൂടെയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് കിട്ടുകയില്ല. പോയിന്റ് നമ്പർ 4, ജാതകത്തിൽ മാരകനും ബാധകാധിപനും അല്ലെങ്കിൽ 6-8-12 പോയിട്ടുള്ള ഗ്രഹം, ചന്ദ്രാലും അതുപോലെ ലഗ്നാലും 6-8-12 പോയിട്ടുള്ള ഒരു ഗ്രഹം ഗോചരവശാൽ മോശ സ്ഥാനത്തൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ മോശഫലമാണെന്ന് തന്നെ പറഞ്ഞു. എന്നാൽ ആ ഗ്രഹം നല്ല ഭാഗങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിലും അത്ര ഗുണഫലങ്ങളൊന്നും നൽകുകയില്ല, മിശ്രഫലമായിരിക്കും നൽകുന്നത്. ജാതകത്തിൽ ഒരു ഗ്രഹം ആ രാശിയിൽ ഏത് ഡിഗ്രിയിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് നക്ഷത്ര മണ്ഡലത്തിലാണോ നിൽക്കുന്നത് ആ നക്ഷത്രമണ്ഡലത്തിന് അനുസരിച്ച് മറ്റ് ഗ്രഹങ്ങൾ വരുമ്പോൾ ആണ് ഇതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. ഉദാഹരണത്തിനും ഇടവൻ രാശിയിലേക്ക് ഇപ്പം കയറുമ്പം രവിയുടെ നക്ഷത്രമണ്ഡലത്തിലേക്കാണ് ഇപ്പോൾ വ്യാഴം കയറുന്നത് ഈ മെയ് 1-ാം തീയതി. അതേ സമയത്ത് ചന്ദ്രൻ്റെ നക്ഷത്രമണ്ഡലത്തിലേക്ക് വരുമ്പോഴുള്ള ഫലമല്ല രവിയുടെ നക്ഷത്രമണ്ഡലത്തിൽ നിൽക്കുമ്പം. അത് കഴിഞ്ഞ് ചൊവ്വയുടെ നക്ഷത്രമണ്ഡലത്തിൽ വ്യാഴം വരുമ്പോഴുള്ള ഫലമല്ല രോഹിണി നക്ഷത്ര മണ്ഡലത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വരുന്നത്. ഒരു വർഷം ആ രാശിയിൽ നിൽക്കുമെങ്കിലും പൂർണ്ണമായിട്ടും ആ ഫലങ്ങളല്ല വരുന്നത്. ഓരോ നക്ഷത്രമണ്ഡലങ്ങൾക്കും അനുസരിച്ച് അതിൻ്റെ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരിക്കും. അടുത്ത പോയിന്റ്, ഗ്രഹങ്ങളുടെ വേദം പഠിക്കണം. അതായത് ഇപ്പോൾ വ്യാഴം ചില സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം അതേ വ്യാഴത്തിൻ്റെ ചില രാശികൾ വേദമണ്ഡലങ്ങളാണ് അല്ലെ വേദഭാഗങ്ങളാണ്. ആ ഭാഗത്തിലൂടെ വേറൊരു ഗ്രഹം സഞ്ചരിക്കുമ്പം ആ വ്യാഴത്തിൻ്റെ ഫലം പുറത്തേക്ക് വരികയില്ല. വേദിക്കുക എന്ന് പറയും, ബാരിയർ ഇടുക എന്ന് പറയും. ഈ വേദരാശികളിലൂടെ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം വരില്ല. കാരണം എന്താ അറിയോ, ഫലം കട്ട് ചെയ്തു. ഇതിനെ ഗ്രഹവേദം എന്നാണ് പറയുന്നത്. ഗോചരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അതെന്താണെന്നുള്ളത് നമുക്ക് പതിയെ പതിയെ പഠിക്കാം. 6-8-12 ഭാവാധിപനോ ഒരാളുടെ ഗ്രഹസ്ഥിതിയിലെ മാരക ഗ്രഹമോ അല്ലെങ്കിൽ ദോഷം തരുന്ന ഗ്രഹമോ നീചനോ ബലഹീനനായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹം നക്ഷത്രമണ്ഡലങ്ങളിലൂടെ പോകുമ്പോഴും അതുപോലെ തന്നെ ഓരോ രാശിക്ക് പറഞ്ഞിട്ടുള്ള അവയവങ്ങളിലൂടെ ഓരോ നക്ഷത്രത്തിനും പറഞ്ഞിട്ടുള്ള അവയവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, ദോഷമായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് അതാത് അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശാരീരിക ക്ലേശങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ജന്മവ്യാഴത്തിൽ വരുമ്പം ഇപ്പം കാർത്തിക ഒരാളുടെ രാശിയുമായിട്ട് ബന്ധപ്പെട്ടും ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഇടവ രാശി അവരുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, അവിടെ ഏതേത് ഗ്രഹങ്ങളൊക്കെ നിൽപ്പുണ്ട് ജാതകത്തിൽ, അതിനനുസരിച്ച് ജന്മവ്യാഴവും കൂടി വരുമ്പം മൊത്തത്തിലെ ഒരു ശാരീരിക ക്ലേശത്തിനുള്ള സാധ്യതയും ഉണ്ട്. ഈ രോഗനിർണയത്തിന് ഈ ഭാഗം നന്നായിട്ട് ഉപയോഗിക്കാവുന്നതും ആണ്. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹവേദം എന്ന് പറയുന്നത് പോലെ തന്നെ നക്ഷത്രവേദവും ഉണ്ട്. ചില
നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മറ്റ് ചില നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ നക്ഷത്രവേദം തരും. അതുപോലെ തന്നെ ലത്താവേദം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് ഗോചരം ചിന്തിക്കുമ്പോൾ. ഇതൊക്കെ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഗോചരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഔട്ടർ പ്ലാനറ്റുകളായിട്ടുള്ള സ്ലോ മൂവിങ് പ്ലാനറ്റുകളായിട്ടുള്ള ശനിയും അതേപോലെ തന്നെ വ്യാഴവും അതേപോലെ തന്നെ രാഹു കേതുക്കളും ആണ്. അടുത്ത പോയിന്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് അഷ്ടവർഗമാണ്. ഉദാഹരണത്തിന് നമ്മൾ വ്യാഴത്തിൻ്റെ ഫലം തന്നെ എടുക്കാം. വ്യാഴം ഇടവൻ രാശിയിലേക്ക് പോകുന്നു. ഇടവൻ രാശിയിൽ വ്യാഴത്തിന് അഷ്ടവർഗം നോക്കുമ്പോൾ 5 അക്ഷമെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ, ജന്മവ്യാഴമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദുരിതഫലം കുറയും. 5-ൽ കുറവാണ് വരുന്നതെങ്കിൽ ദുരിതം കൂടും. 3-ൽ താഴെയാണ് ആ രാശിക്ക് അക്ഷം എന്നുണ്ടെങ്കിൽ ഉറപ്പായും അവർക്ക് ആ ജന്മവ്യാഴത്തിൻ്റെ അനുഭവം ഈ ഒരു വർഷക്കാലം ഉണ്ടായിരിക്കും. അതേസമയത്ത് 5-ന് മുകളിലോട്ട് 6-ഉം 7-ഉം വളരെ അപൂർവമായിട്ടാണ് അത് കാൽക്കുലേഷനിൽ 7-ലൊക്കെ മുകളിലേക്ക് വരുന്നത്. 5-ന് മുകളിലേക്കൊക്കെ വന്നാൽ, അഷ്ടവർഗം വന്നാൽ, ഏത് ഗ്രഹത്തിൻ്റെ ഗോചരമാണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന ഗ്രഹം തൽ രാശിയിൽ 5-ന് മുകളിൽ അഷ്ടവർഗം അക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെങ്കിലും ദോഷഫലങ്ങൾ കുറയും. ഇത്രയാണ് അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകൾ. സ്പെസിഫിക് ആയിട്ട് ഒരു സബ്ജക്റ്റ് അവർ ചോദിക്കുമ്പോൾ, ഒരു വ്യക്തി നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ ദശ നടക്കുന്ന എന്തിൻ്റെയും അടിസ്ഥാനം ദശയാണ്. ദശയാണ് എന്ത് തരണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ദശയും അപഹാരവും അവർ ചോദിക്കുന്ന വിഷയത്തിൻ്റെ കാരകത്വമുള്ള പ്ലാനറ്റ് ഇതുവഴിയൊക്കെ അനുകൂല ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഫലം പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമാവും. അല്ലെങ്കിൽ പ്രതികൂല ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കില്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റ്സിൻ്റെ അനുകൂല ഭാവങ്ങളെയും പ്രതികൂല ഭാവങ്ങളെയും കുറിച്ച് പഠിക്കാം. വാസ്തവത്തിൽ സ്ലോ മൂവിങ് പ്ലാനറ്റാണ് ശരിക്കും ട്രാൻസിറ്റിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടകശനി, അഷ്ടമശനി, 3-ലെ വ്യാഴം, അഷ്ടമവ്യാഴം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിക്കുന്നത്. അത് അനുഭവത്തിൽ വരുന്നത് കൊണ്ടും കൂടിയാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനങ്ങളും പ്രതികൂല സ്ഥാനങ്ങളുമാണ്. വല്ലാണ്ട് കൺഫ്യൂഷൻസ് ഇപ്പം ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്. സർ, 5-ൽ നിൽക്കുമ്പോൾ 4-ലെ ഫലമാണോ, 6 നിൽക്കുമ്പം 5-ലെ ഫലമാണോ എന്നൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ 6 നിൽക്കുമ്പം 6-ലെ ഫലമല്ലേ വരുന്നത്, 4 നിൽക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിലെ ഫലമല്ലേ വരുന്നത്, 3-ലെ ഫലമല്ലല്ലോ വരുന്നത്. ഒട്ടുമിക്ക ആചാര്യന്മാരും അസ്ട്രോളജേഴ്സും റിസർച്ചേഴ്സും ഒരുപാട് പേര് പ്രൂവ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അവർ ഒബ്സർവ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ളതും, അത് ഇന്ത്യയിൽ മാത്രമല്ല അസ്ട്രോളജി ഫോറംസ് ഉണ്ട്, അസ്ട്രോളജി പഠനം നടത്തുന്ന ഈ ലോക്കലായിട്ടുള്ള സെറ്റപ്പുകളല്ല, അല്ലാതെ തന്നെ ഓരോ രാജ്യത്തും ഇങ്ങനെയുള്ള റിസർച്ചുകൾക്ക് വേണ്ടിയിട്ടും, കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും കേരളത്തിന് പുറത്തോട്ട് മിക്ക സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും US, UK പോലുള്ള രാജ്യങ്ങളിൽ വരെ ഇങ്ങനെയുള്ള റിസർച്ചുകൾക്ക് ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അങ്ങനെ ട്രാൻസിറ്റിനെ കുറിച്ച് ഉള്ള നിരീക്ഷണം നടത്തിയതിൽ ഈ 6 നിൽക്കുമ്പം 5-ലെ ഫലമോ ഒന്നുമല്ല, 6 നിൽക്കുമ്പോൾ 6-ലെ ഫലം തന്നെയാണ്, 7 നിൽക്കുമ്പോൾ 7-ലെ ഫലം തന്നെയാണ്, 8 നിൽക്കുമ്പോൾ 8-ലെ ഫലം തന്നെയാണ്. അതങ്ങനെ തന്നെയാണത്. പുതിയ ആൾക്കാർ വന്ന് പുതിയ കാര്യങ്ങൾ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലവർക്കൊക്കെ അനുഭവമായിട്ട് വരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് പ്രോസസ്സല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതകമാണല്ലോ അടിസ്ഥാനം. അപ്പം 3-ൽ നിൽക്കുന്ന ഫലമാണെന്ന് പറയുമ്പം ആ 3-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കാനുള്ള യോഗം ചിലപ്പോൾ ആ ജാതകത്തിലുണ്ടാവും. അതുകൊണ്ടത് സംഭവിക്കുന്നതാണ്. അല്ലാതെ 4-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ 3-ലെ ഫലമാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. 4-ലെ ഫലമാണ്. അതുകൊണ്ടാണല്ലോ 4-ലെ വ്യാഴം എന്ന് പറയുന്നത്. 5-ൽ നിൽക്കുമ്പോൾ 5-ലെ ഫലമാണ്, 6-ൽ നിൽക്കുമ്പോൾ 6-ലെ ഫലമാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻസ് വേണ്ട. ആധികാരികമായിട്ടും എന്തുകൊണ്ടിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഷിമാരായിട്ടുള്ള അസ്ട്രോളജേഴ്സിൻ്റെ ഒബ്സർവേഷൻസും ആധുനികരായിട്ടുള്ള ഗ്രേറ്റ് അസ്ട്രോളജേഴ്സിൻ്റെ ഒബ്സർവേഷൻസും എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുന്നു ആ ഫലമാണ് തരുന്നത്. എപ്പോഴും ആ ഫലം സസ്റ്റെയിൻ ചെയ്യാത്തതിൻ്റെ കാര്യം പല തരത്തിലുള്ള രാശിഭേദം, നക്ഷത്രഭേദം, ലത്താഭേദം തുടങ്ങിയിട്ടുള്ള ഭേദങ്ങളും അവരുടെ ഗ്രഹനിലയുമായിട്ടുള്ള ഹാർമണിയും പല തരത്തിലുള്ള കാര്യങ്ങളും അവരുടെ ഗ്രഹനിലയുമായിട്ട് പല തരത്തിലുള്ള മാനദണ്ഡങ്ങളും കൂടെ ആകെ ചേർന്നിട്ടാണ് ആ ഫലം വരുന്നത്. അതുകൊണ്ട് ആ കൺഫ്യൂഷൻസ് വേണ്ട. ഇനി അടുത്തൊരു കൺഫ്യൂഷൻ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുമ്പോഴാണ് ശുഭഫലം നൽകുന്നത്, ദോഷഫലം നൽകുന്നത്? പല അഭിപ്രായങ്ങളുണ്ട് അതിനകത്ത്. വ്യാഴം 1-ൽ നിൽക്കുമ്പോൾ കൊള്ളത്തില്ലെന്ന് പറയുന്നു, 2-ൽ നിൽക്കുമ്പോൾ കൊള്ളത്തില്ലെന്ന് പറയുന്നു, 3-ൽ നിൽക്കുമ്പോൾ കൊള്ളാമെന്ന് ചിലവർ പറയുന്നു കൊള്ളത്തില്ലെന്ന് പറയുന്നു, ചിലവർ പറയുന്നു 4-ൽ നിൽക്കുമ്പോൾ കൊള്ളാമെന്ന് പറയുന്നു, ചിലവർ കൊള്ളത്തില്ലെന്ന് പറയുന്നു. വാസ്തവത്തിൽ വ്യാഴം എവിടെ നിൽക്കുന്നതാണ് നല്ലത്
എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം എല്ലായിടത്തും നിന്നാൽ ഇത് ദോഷമാണോ സാർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. ഒരു ഗ്രഹത്തിൻ്റെ അനുകൂല ഭാവവും പ്രതികൂല ഭാവവും, ചന്ദ്രാൽ ഉള്ള പ്രതികൂല ഭാവവും നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത് രവി. 3, 6, 10, 11 ഭാവങ്ങൾ രവിക്ക് അനുകൂല ഭാവങ്ങളാണ് ചന്ദ്രാൽ. 1, 2, 4, 5, 7, 8, 9, 12 ബാക്കി എല്ലാ ഭാവങ്ങളും പ്രതികൂല ഭാവങ്ങളാണ്. ചന്ദ്രൻ തന്നെ ചന്ദ്രാൽ അനുകൂല ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 3, 6, 7, 10, 11 എന്നീ ഭാവങ്ങൾ ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ അനുകൂല ഭാവങ്ങളും 2, 4, 5, 8, 9, 12 എന്നീ ഭാവങ്ങൾ പ്രതികൂല ഭാവങ്ങളും ആവുന്നു. കുജൻ ചന്ദ്രാൽ 3, 6, 11 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം അനുകൂലവും ബാക്കിയുള്ള ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം പ്രതികൂലവുമാണ്. ബുധൻ 2, 4, 6, 8, 10, 11 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം അനുകൂലവും 1, 3, 5, 7, 9, 12 എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം പ്രതികൂലവും ആണ്. അടുത്തത് വ്യാഴമാണ്. 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിലൂടെ വ്യാഴം ഗോചരവശാൽ സഞ്ചരിക്കുന്ന കാലം അനുകൂലവും ബാക്കിയുള്ള ഭാവങ്ങളെല്ലാം പ്രതികൂലവും ആവുന്നു. ഇനി അടുത്തത് ശുക്രനാണ്. ശുക്രൻ ഒരു ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റ് ആണ്. 1, 2, 3, 4, 5, 8, 9, 12 എന്നീ ഭാവങ്ങളിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്ന കാലം അനുകൂലവും ബാക്കിയുള്ള 6, 7, 10 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ 6, 7, 10 ഭാവങ്ങളിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലവും ആവുന്നു. ശനി 3, 6, 11 ഈ 3 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രം അനുകൂലവും ബാക്കിയുള്ള ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം പ്രതികൂലവുമാണ്. അതിൽ 12, 1, 2 ചന്ദ്രാൽ 12ാം ഭാവം, ചന്ദ്രൻ നിൽക്കുന്ന ഭാവം 2ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിന് 7ര ശനി എന്നും, ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് കണ്ടകശനി എന്നും, ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 8ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്ന കാലത്തെ അഷ്ടമശനി എന്നും പറയുന്നു. ഒക്കെ അറിയാമല്ലോ, മിക്ക ആൾക്കാർക്കും അറിയാവുന്ന കണ്ടകശനി കൊണ്ടേ പോകൂ എന്നുള്ളത് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് കേൾക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പം അതിതാണ് കാര്യം. അപ്പോൾ 3, 6, 11 എന്നീ 3 ഭാവങ്ങളിൽ മാത്രമേ ഉള്ളൂ ശനി അനുകൂലമായിട്ട് വരുന്നത്. ബാക്കിയുള്ള ഭാവങ്ങളിലെല്ലാം ദോഷകരമായിട്ടാണ്, പ്രതികൂലമായിട്ടാണ് വരുന്നത്. ആ സമയത്ത് ദശയും ഒക്കെ മോശമാണെങ്കിൽ അതിൻ്റെ പ്രതികൂലാവസ്ഥകൾ നമ്മളെ റിഫൈൻ ചെയ്യും ശനി. ഇനി രാഹുകേതുക്കളാണ്. സ്ലോ മൂവിങ് പ്ലാനറ്റാണ്. ഗോചരത്തിൽ നന്നായിട്ട് രാഹുകേതുക്കൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ചില ആൾക്കാർ രാഹുകേതുക്കളുടെ ഗോചരഫലം എടുക്കാറില്ല. പക്ഷേ അനുഭവത്തിൽ രാഹുകേതുക്കളുടെ ഗോചരഫലവും നോക്കണം. 3, 6, 10, 11 എന്നീ ഭാവങ്ങളിലൂടെ രാഹു സഞ്ചരിക്കുമ്പം അനുകൂലമാണ്. ഇത് തന്നെയാണ് കേതുവിനും. 3, 6, 10, 11 ഭാവങ്ങളിലൂടെ കേതു സഞ്ചരിക്കുമ്പം അത് അനുകൂലവും ബാക്കിയുള്ള ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം അത് പ്രതികൂലവുമാണ്. ഈ അനുകൂല ഭാവങ്ങളെയും പ്രതികൂല ഭാവങ്ങളെയും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കണം, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഈ അഭിപ്രായമാണ് ഭൂരിപക്ഷവും സ്കോളേഴ്സായിട്ടുള്ള തപസ്വികളായിട്ടുള്ള നിരീക്ഷിച്ചിട്ടുള്ള അസ്ട്രോളജേഴ്സിൻ്റെ അഭിപ്രായം. നൂറ്റാണ്ടുകളായിട്ടുള്ളതും ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട സ്കോളേഴ്സായിട്ടുള്ള അസ്ട്രോളജേഴ്സിൻ്റെ എല്ലാം അഭിപ്രായം ഇതാണ്. ബാക്കിയുള്ളതൊക്കെ അല്ലെങ്കിൽ ദേശത്തിനനുസരിച്ച് ചില ആൾക്കാർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതെല്ലാവർക്കും ആ ഒരു ഡയമെൻഷനിൽ അത് വരണം എന്നില്ല. പക്ഷേ ഇത് ശാസ്ത്രാടിസ്ഥാനത്തിലുള്ളതായതുകൊണ്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇനിയുള്ളത് ഗ്രഹങ്ങൾ ഈ പ്രതികൂല രാശിയിലൂടെ നിൽക്കുന്ന സമയത്ത് എപ്പോഴും പ്രതികൂലവും, അതേപോലെ തന്നെ ഈ ഗ്രഹങ്ങൾ അനുകൂല രാശിയിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴും അനുകൂലാവസ്ഥയുമാണോ എന്നുള്ളതാണ്. അല്ല, അവിടെയാണ് ഗ്രഹവേദത്തെക്കുറിച്ചും നക്ഷത്രവേദത്തെക്കുറിച്ചും പഠിക്കേണ്ടത്. അതിൽ ഗ്രഹവേദം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഗോചര ഫലത്തിൻ്റെ നമ്മളുടെ
പ്രിഡിക്ഷന്, നമ്മുടെ ഡെയിലി ലൈഫ് പ്രിഡിക്ഷൻസിന്, അല്ലെങ്കിൽ ആൾക്കാരുടെ ചോദ്യങ്ങൾ മിക്കവാറും ഡെയിലി ബേസ്ഡ് ആയിരിക്കും. പെട്ടെന്നൊരു കാര്യം നടക്കുന്നു, പെട്ടെന്നൊരു ക്രൈസിസ് വന്നവർക്കൊന്ന് ഒരു സൊല്യൂഷൻ എത്ര കാലത്തിനുള്ളിൽ കിട്ടും എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒരു ഫലം പറയാൻ ഈ നക്ഷത്രവേദവും ഗ്രഹവേദവും അറിഞ്ഞിരിക്കണം. അതിൽ ഗ്രഹവേദം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം എങ്ങനെയൊക്കെയാണ് ഗ്രഹവേദം വരുന്നത്, ഏതൊക്കെ രാശിയാണ് ഓരോ ഗ്രഹത്തിനും അനുകൂലവും വേദവുമായിട്ട് വരുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് പഠിക്കാം. അത് അടുത്ത ക്ലാസ്സിൽ. നമസ്കാരം.